ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ കള്ളത്തരങ്ങൾ പറയാനുള്ള കഴിവ് എത്രത്തോളം നിങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ പോവാണ്. ഇന്ന് ഏറ്റവും നന്നായിട്ട് കള്ളം പറയുന്ന ആളായിരിക്കും ജയിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കൊടുക്കാം. മനസ്സിലാവില്ല. അതെ, ഇപ്പൊ എക്സാമ്പിളിന് ഇന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടാവും, ഷാമിന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടാവും, അഞ്ചിന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടാവും. അത് പരസ്പരം കാണാതിരിക്കാനാണ് നമ്മളെ രണ്ട് സൈഡിലായിട്ട് മറകൾ വെച്ചിട്ടുള്ളത്. നമ്മൾ എങ്ങനെ ഗെയിം കളിക്കാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പൊ എക്സാമ്പിൾ ഇന്റെ കയ്യിൽ ഒരു എഗ് ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. എനിക്ക് എഗ് എന്ന് പറയാൻ താല്പര്യമില്ല. ഞാൻ ഇപ്പൊ പറയാണ് ഗൈസ് ഇന്റെ കയ്യിൽ ഒരു ബോൾ ആണ് ഉള്ളതെന്ന് പറയാം. പക്ഷെ ചില സമയത്ത് സത്യം പറയാനും ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ എനിക്ക് എഗ് എന്ന് പറയാട്ടോ. അപ്പൊ ആ സത്യം ഞാൻ പറഞ്ഞ സത്യമാണോ കളവാണോ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഷാമിക്ക് വേണമെങ്കിൽ എന്നോട് അന്ന് നിലത്തൊന്ന് പൊട്ട് എന്ന് പറയാം. അതിന്റെ സൗണ്ട് വെച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ എഗ് ആണോ അല്ലെ വേറെ എന്തേ സാധനമാണോ എന്ന്. അതെ, എനിക്ക് വേണമെങ്കിൽ പറയാം അത് രണ്ട് കൈയിലും കൂടി കൂട്ടി പിടിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞാൽ ആ എഗ് പൊട്ടും. അപ്പൊ ചിലപ്പോ അപ്പുറത്ത് മനസ്സിലാവും ഞാൻ പറഞ്ഞ കള്ളാണ് എന്നുള്ളത്. അപ്പൊ ശ്രീ പറഞ്ഞത് കള്ളാണോ ശരിയാണോ എന്നുള്ളത് നമ്മൾ ഗസ് ചെയ്യാം. അതെ, അപ്പൊ അങ്ങനത്തെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഗെയിം കളിക്കാൻ വേണ്ടിട്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആണ് ഗൈസ്. കാരണം എന്താ പറയാ, നമ്മള് ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് ആ കള്ളത്തിന്റെ മുകളിൽ ചിലപ്പോ പിടിച്ചു നിൽക്കേണ്ടി വരും. 100 കള്ളങ്ങൾ പറഞ്ഞും കാണിച്ചും ഭാവങ്ങളിലും വ്യത്യാസം വരാതെ നമ്മൾ പിടിച്ചു നിൽക്കേണ്ടി വരും. അതാണ് നേരത്തെ ഞങ്ങൾ പറഞ്ഞ ഏറ്റവും നന്നായിട്ട് കള്ളം പറയുന്ന ആയിരിക്കും ഇന്ന് ചിലപ്പോ ജയിക്കാൻ പോണത്. ശ്രീക്ക് വേണമെങ്കിൽ സത്യം പറയാം, കള്ളം മാത്രല്ല. ഇപ്പൊ കയ്യിൽ എഗ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ എഗ് ആന്ന് പറയാം. ആ സൗണ്ട് ഒക്കെ കേട്ടിട്ട് നമ്മൾ ട്രൂ ആണെങ്കിൽ അത് ട്രൂ ആണെന്നും പറയണം. അതെ, അത് നമ്മൾ ഗസ് ചെയ്യുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ. അപ്പൊ ഓരോരുത്തരും എന്ന് വെച്ചാല് തമ്മിൽ നമ്മൾ ഗസ് ചെയ്തിട്ട് ആ ഗസ്സിങ് കറക്റ്റ് ആണെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ മാർക്ക് വീതം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഗെയിം പോകുന്നത്. അപ്പൊ നമ്മൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ഓരോരുത്തരും എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. സല്ലുവിനോട് മാത്രം എല്ലാരും പറഞ്ഞിട്ടുണ്ട് കാര്യം ഒരേ സാധനങ്ങൾ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എല്ലാം നിറഞ്ഞിരിക്കുന്ന തലയായിട്ടാണ് സല്ലു ഇരിക്കുന്നത്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഇതിപ്പോ 3 പേർക്ക് കള്ളത്തിലൊക്കെ പറയാൻ അറിയാവുന്നത് കൊണ്ട് തന്നെ കുറച്ച് ടഫാണ് ഈ ചാലഞ്ച്. അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് റൗണ്ടിലേക്ക് കടന്നാലോ? റെഡി. ഞങ്ങൾക്ക് എല്ലാവർക്കും എടുത്തു വെച്ച സാധനങ്ങൾക്കൊക്കെ ഞങ്ങൾ മുന്നിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കാണിച്ചോ? ഇതാണ് കണ്ണറക്കല്ലേ, ഇപ്പൊ കണ്ണറക്കല്ലേ, ഇതാണ് ഞാൻ എടുത്ത് ഫസ്റ്റ് റൗണ്ടിലേക്ക് എടുത്തു വെച്ച സാധനം. ഇതാണ് ഗൈസ് എടുത്തു വെച്ചത്. ഞാൻ ഇതാണ് ഗൈസ് എടുത്തു വെച്ചത്. ഓക്കെ, കണ്ണൂർ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, നേരെ ക്യാമറ മാത്രം. ഓക്കെ, റെഡി. ഓക്കെ, ശ്രീ തുടങ്ങിക്കോ. ഓക്കെ, ഇന്റെ കയ്യിലുള്ളത് വാസലിൻ ആണ്. ഓക്കെ, വാസലിൻ ആണോ? ഇന്റെ കയ്യിലുള്ളതൊരു കാൽക്കുലേറ്റർ ആണ്. ഓക്കെ, അഞ്ചിന്റെ കയ്യിലുള്ള എന്താ പറഞ്ഞോ? എന്റെ കയ്യില് ലിപ്സ്റ്റിക് ആണ് ഗൈസ് ഉള്ളത്. ഓക്കെ ഓക്കെ, അപ്പൊ ശ്രീന്റെ കയ്യിൽ വാസലിൻ ആണുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിന്റെ അടപ്പൊന്ന് തുറക്കും. ഓക്കെ, തുറന്നു. ഫുള്ള് തുറന്നോ? തുറന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്നാ അതിന്റെ ഉള്ളിലുള്ള വാസലിൻ 2 കയ്യിലും എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കയ്യിൽ മസാജ് ചെയ്യും. ഓക്കെ, ഒരു സാധനം അറിയുന്ന പോലെ തോന്നൽ. കയ്യിൽ സ്പ്രെഡ് ചെയ്യാനല്ലേ? ഫുൾ സ്പ്രെഡ് ചെയ്താ നല്ല സ്പ്രെഡ് ചെയ്യും. സൗണ്ട് കേട്ടെ. ഓക്കെ ഓക്കെ, സ്പ്രെഡ് ചെയ്തു. ഓക്കെ, ഞാൻ സത്യം പറയട്ടെ, നീ പറഞ്ഞത് കള്ളാണ്. അതെ, കള്ളാണ്. അത് ന്യൂട്ടല്ലേ? അതെ, ന്യൂട്ടലാണ്. നല്ല ചോക്ലേറ്റ് സ്മെല്ലുണ്ട്. നല്ല ചോക്ലേറ്റിന്റെ സ്മെല്ലുണ്ട്. എനിക്ക് ആ ബോട്ടിൽ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ ന്യൂട്ടലിന്റെ, ഭയങ്കര വെയിറ്റ് അല്ലേ. അപ്പൊ അതിങ്ങനെ ആ ടേബിളിൽ വെച്ച് എന്നുള്ള ഒരു സൗണ്ട് ഞാൻ കേട്ടു. അതിലേക്ക് മനസ്സിലായി ഇത് ഫസ്റ്റ് സ്മെല്ലുള്ളോട്ട് പാളിപ്പോയതാ. ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. നല്ല ഹേസലിന്റെ മണം. അതെ, ശരിക്കും എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒരു റൗണ്ട് കൂടി ഒക്കെ പോയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഐഡിയ ആക്കിയിട്ട് വേണം തീരുമാനിക്കും. പെട്ടെന്ന് കിട്ടി, ഒന്നും കൂടുതൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഫസ്റ്റ് റൗണ്ട് ആയത് അങ്ങനെ ഒരു അബദ്ധം പറ്റി പോയതാ. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഒരു കാൽക്കുലേറ്റർ ആണ്. എന്നാ ഞാൻ പറയാം, കാൽക്കുലേറ്റർ അല്ലേ? അതിന്റെ കീന്റെ മുകളിൽ നല്ലോണം ഇങ്ങനെ അടിച്ചു കാൽക്കുലേറ്റ് ചെയ്യ്. ചെയ്തു. ഇനി ഞാൻ ചോദിക്കട്ടെ, ആ കാൽക്കുലേറ്ററിന്റെ കീസ് ഇല്ലേ, ഒരുമിച്ച് ഇങ്ങനെ ഹാർമോണിയം ഒക്കെ വയ്ക്കുന്ന പോലെ ഒന്നിച്ചിങ്ങനെ കുറെ പ്രസ് ചെയ്യും.
ഓക്കെ, ഇനി ശ്രീ വെച്ചോ. ഒരു ചാൻസ് കൂടി ഉണ്ടല്ലോ. ഓക്കെ, കാൽക്കുലേറ്റർ അല്ലേ, അതിന് സ്ക്രീൻ ഉണ്ടാവുമല്ലോ അല്ലേ? ആ സ്ക്രീനിന്റെ മുകളിൽ ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്തോണ്ടിരിക്കും. എവിടെ? നല്ല ടാപ്പ് ചെയ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, കാൽക്കുലേറ്ററിന്റെ ബാക്ക് വശത്തിൽ അതിന് ബാറ്ററി ഇടാനുള്ള സ്പേസ് ഉണ്ടോ? ഇല്ല, സ്പേസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കുറച്ച് പൊക്കിയിട്ട് താഴോട്ട് ടേബിളിലോട്ട്. എന്ത് കാൽക്കുലേറ്റർ അല്ലേ? കാൽക്കുലേറ്റർ പൊട്ടിപ്പോവില്ലേ? അത് സാരില്ല. അത് സാരമില്ല. ഷാമേ, ശബ്ദം കേൾക്കുന്നില്ലേ? അതുപോലെ അല്ല, കുറച്ച് മേലെ നിന്ന് വിടുന്ന സമയത്ത് അതിന്റെ സൗണ്ട് നമുക്ക് മനസ്സിലാവും. എന്നെ കൊണ്ട് അങ്ങനെ ഇടാൻ പറഞ്ഞത്. കേട്ടില്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ, ഓക്കെ. കാൽക്കുലേറ്റർ അല്ലേ? കാൽക്കുലേറ്ററിന്റെ എഡ്ജ് ഉണ്ടാവൂലേ? ഒരു എഡ്ജ് ഉണ്ടാവൂല്ലോ എന്തായാലും. ആ എഡ്ജ് കൊണ്ട് ചോദിക്കാൻ പറ്റും. 3 ചാൻസ് ഒരാൾക്കും 3 ചാൻസ് ഒരാൾക്കും വീതാണ് ഉള്ളത്. അപ്പൊ അത്രയും ചോദിക്കാം. ഓക്കെ, കാൽക്കുലേറ്ററിന്റെ എഡ്ജ് വെച്ചിട്ട് നിലത്ത് ഇങ്ങനെ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കും. ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്ന്. ഇതാ അങ്ങനെ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, കാൽക്കുലേറ്റർ അല്ലേ കയ്യിലുള്ളത്? 928 × 929 ഗുണിക്ക്. എന്നിട്ട് പറഞ്ഞോടാ സല്ലു, എനിക്ക് അതിന്റെ ഉത്തരം കിട്ടണം. ഒപ്പം കിട്ടണം. ഗുണിക്ക് ഗുണിക്ക് ഗുണിക്ക്. 928 × 929. അത് ഞാൻ സത്യം പറയട്ടെ, ഇത് വർക്ക് ചെയ്യുന്ന കാൽക്കുലേറ്റർ അല്ല. ഓക്കെ, ഞാനൊരു പഴയ ഉത്തരം എത്രയാ? ഞാൻ സത്യം പറയാൻ ചാൻസ് ഉണ്ട്. 1,62,192. വർക്ക് ചെയ്യില്ലല്ലോ അല്ലേ? വർക്ക് ചെയ്യാത്ത കാൽക്കുലേറ്റർ. ശരി ശരി. ചാൻസസ് കഴിഞ്ഞ് നിങ്ങൾ പറയണം. ചാൻസസ് കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞത് ട്രൂത്ത് ആണോ ലൈ ആണോ എന്നുള്ളത് ഇവര് പറയണം. ഞാൻ പറയട്ടെ? ലൈ. 5 പറഞ്ഞോ. എനിക്ക് ട്രൂത്താന്നാ തോന്നുന്നത്. ഓക്കെ, അത് ഞാൻ റിവീൽ ചെയ്യണോ? ഞാൻ ഇതാണ് ഗൈസ് എടുത്തത്. ഞാൻ അതല്ലേ മോളിന് താഴോട്ടിടാൻ പറ്റില്ല. ശ്രീന്റെ റൂമിൽ നിന്ന് കാക്കെടുത്ത് കൊണ്ടു തന്നതായത്. വളരെ എന്താ പറയാ, ജീനിയസ് മൂവ് നടത്തിയത് 5. ഞാൻ വിചാരിച്ചു ഇവിടെ കാര്യം ആ കാൽക്കുലേറ്ററിന്റെ അതേ ഒരു സെറ്റപ്പിലാണ് ഒച്ചയൊക്കെ കേട്ടിട്ട്. പിന്നെ എനിക്ക് തോന്നി പിന്നെ കാൽക്കുലേറ്റർ വർക്ക് ആവാണ്ട, ചിലപ്പോ ട്രൂ ആണെങ്കിലും പറയുന്നത്. കീസിന്റെ വെച്ചിട്ട് കുറച്ച് കട്ടി കൂടുതലുള്ള കീ ആയിട്ട് എനിക്ക് അപ്പോഴേ തോന്നി. എന്താറിയോ, ഇങ്ങനത്തെ സെയിം കാൽക്കുലേറ്റർ ഉണ്ട് എന്റെ അടുത്തുള്ള ഈ സെയിം കാൽക്കുലേറ്റർ. പക്ഷെ അതിന്റെ വെയിറ്റ് അളന്നില്ലേ നമ്മളെ? വെയിറ്റ് അളക്കുമ്പോ അത് ന്യൂട്ടൺ. ഇതുവരെ കണ്ടില്ലായിരുന്നല്ലേ? പറഞ്ഞില്ലായിരുന്നോ സ്പ്രെഡ് ചെയ്ത് കണ്ടിട്ട്? ഇതില്ലേ ഇതിന്റെ എഡ്ജ് കുത്താൻ പറഞ്ഞല്ലേ? അത് എഡ്ജ് കുത്താൻ പറഞ്ഞില്ല. എനിക്ക് കീബോർഡ് ആണെന്ന് നല്ല സംശയം ഉണ്ടായിരുന്നു. അപ്പൊ സ്വന്തം വിചാരിച്ചിട്ട് കുത്താൻ ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പൊ ശ്രീക്ക് ഒരു പോയിന്റ്, ഷാമിക്ക് ഒരു പോയിന്റ്, 5ക്ക് ഒരു പോയിന്റ്. എനിക്കില്ല, ഇവര് ചോദിച്ചോണ്ടിരിക്കുമ്പോ കയ്യൊക്കെ തണുക്കുക. ടെൻഷൻ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഓക്കെ, 5ന്റെ കയ്യിൽ എന്തുണ്ടെന്നാ പറഞ്ഞിരുന്നെ? എന്റെ കയ്യില് ലിപ്സ്റ്റിക് ആണുള്ളത്. ലിപ്സ്റ്റിക് അല്ലേ? ലിപ്സ്റ്റിക് ആണെങ്കിൽ അതൊന്ന് ടേബിളിന്റെ മുകളിലൊന്ന് ഇങ്ങനെ അടുക്കി. ഓക്കെ, നീ ശ്രീ ചോദിച്ചോ. ലിപ്സ്റ്റിക് അല്ലേ? അല്ലേ, ലിപ്സ്റ്റിക് അല്ലേ? പെട്ടെന്ന് അങ്ങനെ ഇങ്ങോട്ട് പൊട്ടുന്നില്ലല്ലോ. ഈ ഒരു ഹൈറ്റ് ഒന്ന് നിലത്തേക്ക് ഇട്ടെ. എന്ന് വെച്ചാല് ഈ ബോർഡിന്റെ ഹൈറ്റ് നിലത്തേക്ക് ഇടണം. ഓക്കെ, ലിപ്സ്റ്റിക് ആണെങ്കിൽ അതിന്റെ മൂടി ഒന്ന് ഇങ്ങനെ തുറക്ക്. തുറന്നോ? തുറന്നു. ഓ, അവിടെ കേൾക്കില്ലേ?
ഓക്കെ ഇനി അടുത്ത ശ്രീ ചോദിച്ചോ. ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് എന്താ ചോദിക്കുക? എന്തെങ്കിലും ചോദിക്കി. ഓക്കെ ലിപ്സ്റ്റിക് നമുക്ക് നേരത്തെ ചെയ്ത് ആ തന്നെ ഭാരം ഒന്ന് അളക്കാം. ലിപ്സ്റ്റിക്കേ ഒന്ന് ഇങ്ങനെ ലിപ്സ്റ്റിക് ഫുള്ള് വെച്ചിട്ട് ഒന്നിങ്ങനെ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ 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 ടാപ്പ് ചെയ്തോണ്ടിരിക്കും. അതായത് നേരെ വേണോ തിരിച്ചിട്ട് വേണോ? തിരിച്ചിട്ട് കുത്തിക്കൊണ്ടിരിക്കണം. ആ ശ്യാമി ചോദിച്ചോ. അത് ലിപ്സ്റ്റിക് ആണെങ്കിൽ കയ്യിലൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്. ചെയ്തു. ഓക്കെ ശ്രീ ചോദിച്ചോ. ഇത് ലാസ്റ്റ് ചാൻസ് അല്ലേ? കഴിഞ്ഞില്ല, ഞാൻ 3 പ്രാവശ്യം ചോദിച്ചില്ലേ? ചോദിച്ചു. ലാസ്റ്റ് ചാൻസാ. ഓക്കെ ലിപ്സ്റ്റിക് ആണെങ്കിൽ ലിപ്സ്റ്റിക്കിന് മൂടി ഉണ്ടാവും. ഈ എന്താ പറയാ ഒരു 2 ബോഡി പാർട്ട് ഉണ്ടാവുമല്ലോ. എല്ലാത്തിനും അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. എല്ലാത്തിനും ഉണ്ടായിക്കോളന്നില്ല അല്ലേ? ഇങ്ങനെ തുറക്കുന്ന ലിപ്സ്റ്റിക് എങ്ങനെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിന് എന്താ മൂടില്ലേ? ഓക്കെ ലിപ്സ്റ്റിക് ആണെങ്കിൽ ഒരു ലിപ്സ്റ്റിക്കിന് 2 പോർഷൻ ഉണ്ടല്ലോ. അപ്പൊ ഒരു പോർഷൻ കൊണ്ട് ഇങ്ങനെയും ഇങ്ങനെ സെയിം ടൈം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. എന്ത് അത് 2 ബോഡിയും എടുത്തിട്ട് ടേബിൾ അടിച്ചോണ്ടിരിക്കുക. അതെ 2 സൗണ്ട് ഇവിടെ കേൾക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ചാൻസ് കഴിഞ്ഞു കേട്ടോ. ചാൻസ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് 5 പറയുന്നത് കള്ളാണ്. എനിക്കും തോന്നുന്നത് ലൈ തന്നെയാണെന്ന കള്ളമാണ്. എനിക്ക് മനസ്സിലായി. എനിക്ക് അത്ര ക്ലിയർ അല്ലായിരുന്നു. പക്ഷെ അത് ലിപ്സ്റ്റിക് അല്ല. സൗണ്ട് എന്താ കുറച്ച് ബുദ്ധിമുട്ട്. അതിലെ ആ പെണ്ണ് തുറന്നില്ലേ, ആ ഒരു സൗണ്ട് മാർക്കറല്ല, ഇത് മറ്റേ പെണ്ണ് പോലത്തെ. അതുകൊണ്ട് വിചാരിക്കുന്ന ആ ഒരു ടക്കുള്ള സൗണ്ട് കിട്ടിയില്ല. കുറച്ചും കൂടെ സൗണ്ടിൽ ഫസ്റ്റ് പോയി. അതെ. പിന്നെ അങ്ങനെ മുട്ടുന്ന സാധനല്ലേ അതിൽ രണ്ടാമതും പോയി. അല്ല അതിനൊക്കെ എല്ലാവരും ഡൗട്ട് തോന്നിയിട്ടുണ്ട്. അല്ല പിന്നെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞില്ലേ, ലിപ്സ്റ്റിക് ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വരച്ച് ഞാൻ കഴിഞ്ഞെന്ന് പറയും. ഇത് കുറച്ച് സമയം എടുത്ത് കഴിഞ്ഞു. ചെയ്തോണ്ടിരിക്കുന്ന എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചെയ്തോണ്ടിരുന്നത്. അപ്ലൈ ചെയ്തവിടെ. അപ്പൊ ഇപ്പൊ നമ്മള് പോയിന്റ് നിൽക്കുന്നത് 2-2-1. അതായത് എനിക്ക് ഇവർ രണ്ടുപേരും ലൈയാന്ന് കണ്ടുപിടിച്ചു. അതുകൊണ്ട് എനിക്ക് 0 മാർക്കാണ്. അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ട് കുറച്ചും കൂടെ കഠിനമാക്കണം guys. എനിക്ക് പറ്റുന്നില്ല കേട്ടോ. റെഡി കണ്ണോർന്നോ? അപ്പൊ നമ്മള് സെക്കൻഡ് റൗണ്ടിലുള്ള സാധനങ്ങൾ ഇവിടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ എല്ലാരും കള്ളാണ് പറഞ്ഞത്. അതെ. അപ്പൊ ചിലപ്പോ ഇപ്രാവശ്യം സത്യം പറയാനും ചാൻസ് പറയാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ശ്രീ തുടങ്ങിക്കോളൂ. ഓക്കെ ഇന്റെ കയ്യിലുള്ളതൊരു മൈക്കാണ് ഗൈസ്. മൈക്ക. ഓക്കെ ഇന്റെ കയ്യിലുള്ളതൊരു ലെമൺ ആണ് ഗൈസ്. ഓക്കെ എന്റെ കയ്യിലുള്ളതൊരു സോപ്പാണ് ഗൈസ്. അല്ല ഞങ്ങൾ മൈക്ക് ആണെന്നുണ്ടെങ്കിൽ ആ മൈക്കിന്റെ മുകളിൽ ആ സാധനം ഉണ്ടല്ലോ. ഏ സാധനം? ആ പാടുന്ന സാധനം. അതിന്റെ മുകളിൽ നഖം കൊണ്ട് ഇങ്ങനെ വരയ്ക്കും. വരച്ച്. ഓക്കെ ഓക്കെ അടുത്തത് അഞ്ചു ചേച്ചി. മൈക്കിന്റെ 2 സൈഡില്ലേ അത് എന്താ പറയാ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ ടേബിളിൽ തട്ട്. അതായത് ഫസ്റ്റ് ഒരു സൈഡ് തട്ട, നെക്സ്റ്റ് സൈഡ് മറ്റേ തട്ട. അതായത് ടക്ക് ടക്ക് ടക്ക്. മനസ്സിലായി. ഓക്കെ 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 ഓക്കെ. മൈക്കിന് ഓണും ഓഫും ഉണ്ടാവുമല്ലോ. ആ ഓണും ഓഫും ആക്കി. ഓക്കെ കുറച്ച് സമയമാക്കാൻ പറ്റുമോ? എനിക്ക് കേൾക്കണില്ല കേട്ടോ. അത് അതിപ്പോ ഞാൻ എന്താ ചെയ്യാ? നല്ല അവിടെ അമർത്തി വെക്ക്. ഓക്കെ 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 ഇനി ഞാനല്ല ചോദിക്കട്ടെ. ആ മൈക്കിന്റെ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, അത് ഊരിയെടുക്ക്. ഓക്കെ കേൾക്കണില്ല, കുറച്ച് ഉറക്കം ചെയ്തു എടുത്തു. 2 കയ്യിലുണ്ട് അത്. ഉണ്ട്.
ഓക്കെ ഓക്കെ ഇനി ഷാമിയ ചോദിക്കണം. ആ ഊരിയെടുത്ത പോർഷനില്ലേ ആ അതൊന്ന് ടേബിളിന്റെ മുകളിൽ അടിക്കുക. അതായത് അതിന്റെ ആ വട്ട ഭാഗം ഉണ്ടാവുമല്ലോ, ആ ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ അടിക്കും. ഓക്കെ അടിച്ചു. ഓക്കെ ഇനി ഞാനല്ലേ? ആ ഓക്കെ, ആ മൈക്കിന്റെ ഊരിയെടുത്ത പോർഷൻ ഇല്ലേ, ആ അതിന്റെ ഉള്ളിൽ കൂടെ പുറത്തോട്ട് നല്ല ശക്തിയായിട്ട് കുറച്ച് ഊത്. ഓക്കെ മതിയാ? ഓക്കെ 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 ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അതെ, ശ്രീ പറഞ്ഞത് സത്യമാണ്. എനിക്ക് സത്യാന്നാണ് ഗൈസ് തോന്നുന്നത്. ആണോ? ഒന്നിങ്ങോട്ട് നോക്കിക്കേ. അത് പച്ചക്കള്ളായിട്ടോ. ഊതലൊക്കെ കറക്റ്റ് ആയിരുന്നു. എനിക്ക് മാക്സിമം ഇവര് ഈ മൈക്കിനോട് സാദൃശ്യം തോന്നണം, പക്ഷെ മൈക്കിനായിട്ട് ഒരു ബന്ധം ഉണ്ടാവാനും പാടില്ല എന്നുള്ള രീതിയിൽ ഞാൻ വളരെ ബുദ്ധിപരമായിട്ട് കണ്ടുപിടിച്ച സാധനമാണ്. അതെങ്ങനെ ചെയ്ത്? ഓൺ ഓഫ് ഇതാ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ പിടിച്ച് ഞാൻ ആലോചിച്ച് ഓൺ ഓഫിന്റെ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാല് ടക് 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 അങ്ങനെ സൗണ്ട് ഉണ്ടാവുള്ളൂ. ഇതിന് അതിന്റെ ഇടയിൽ ഒരു ടക് 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 അങ്ങനെ സൗണ്ട് ഉണ്ട്. ചെറിയ അബദ്ധം പറ്റിയത്. ഇതും കൂടെ ഞാൻ അങ്ങോട്ട് കൂട്ടി ഇങ്ങനെ ആക്കി പോയി. അപ്പൊ ഞാൻ അതിലൊരു ഡൗട്ട് അടിച്ചു. എനിക്കെന്താ സംഭവിച്ച ആ മൈക്കിന്റെ എടുത്തിട്ട് അങ്ങനെ പുറത്തോട്ട് ശക്തിയായി ഊതാന്ന് പറയുമ്പോ ആ ഉള്ളിലുള്ള കുഞ്ഞു കുഞ്ഞു ഇതിൽ കൂടെ സൗണ്ട് വരുന്നതായിരിക്കും. അതിനോടാണ് ഇങ്ങനെ ഓട്ടമുള്ള ഒരു സാധനം തന്നെ ഞാൻ എടുത്ത്. അത് കൊള്ളാട്ടോ ശ്രീ, അടിപൊളി. എനിക്ക് പോയിന്റ് ഇല്ല, രണ്ടുപേർക്ക് എന്റെ കള്ളം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഓർക്ക് പോയിന്റ് കിട്ടാനുള്ള ചാൻസ് ഞാൻ കളഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി അടുത്ത് ഞാൻ എന്റെ കയ്യിലുള്ളതൊരു ലെമൺ ആണ്. ആ ഓക്കെ, 5 തുടങ്ങിക്കോ. ലെമൺ ആണെങ്കിൽ ടേബിളിൽ വെച്ചിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം റോൾ ചെയ്യും, ഉരുട്ടാൻ. ആ ഓക്കെ. ഉരുട്ടിയോ? ഓക്കെ, ലെമൺ അല്ലേ? ലെമൺ. ആ ഓക്കെ. ഈ എന്താണ് ഇതിന്റെ ഹൈറ്റ്, ഈ മറേന്റെ ഹൈറ്റിന്ന് ഒന്ന് താഴത്തേക്ക് ഇട്ടെ, ഒന്ന് 2-3 പ്രാവശ്യം ഇങ്ങനെ എടുത്ത് താഴത്തേക്ക് ഇട്ടെ. ആ ആ ഒന്നുകൂടെ. 3 പ്രാവശ്യം. ആ ഓക്കെ, ഇനി ആ ലെമൺ ആണെങ്കിൽ ഒരു പീസ് കടിച്ചെടുക്കും. തുടക്കട്ടെ. കളിച്ചെടുത്ത് കഴിഞ്ഞാ പറയണേ. ഓഹോ, എടുത്താ? എടുത്തു. ഓക്കെ, ഇനി ശ്രീ ചോദിച്ചോ. ഓക്കെ, കടിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്തായാലും അതിന് കുറച്ച് നീരൊക്കെ ഉണ്ടാവുമല്ലോ. കൈ കൊണ്ട് ശക്തിയായിട്ട് ഇങ്ങനെ എന്താ 2 കയ്യിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ തിരുമ്മിക്കോ. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ലെമണോ? ആ ലെമൺ എന്നുവെച്ചാല് ഇങ്ങനെ ഉരുണ്ട് നമ്മളിങ്ങനെ തിരുമൂലേ, കയ്യിൽ നന്നായിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്യാനിട്ട്. അതന്നെ അതന്നെ അതന്നെ. ചെയ്യണ്ടോ? ചെയ്യുന്നുണ്ട്. നല്ല അമർത്തി ചെയ്യും. അമ്മേ എന്താ ലെമൺ വീണെന്ന് തോന്നുന്നു. ലെമൺ വീണാണോ അത്? ലെമണിന്റെ തീരെ തെറിച്ചതാ. ഓ Sorry, ആയിക്കോട്ടെ. സോറി. ഓക്കെ. ആ 5. ഇനി ആ ലെമണിന്റെ തോട് മാത്രം ആ ലെമണിന്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുക്കും. കടിച്ചെടുത്തല്ലേ, അപ്പൊ തോട് പിന്നെ ബാക്കി ഉണ്ടാവുമല്ലോ. അതെ, ഓക്കെ ഓക്കെ. 2 തവണ അതൊന്ന് ആഞ്ഞു കടിക്കി. കടിച്ചെടുത്തോ? ഇത് എനിക്കൊരു പണിഷ്മെന്റ് ആയോ? അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഇത്. ഒരു കടിയായില്ലേ? ആ എന്നാ ഒരു കടിയും കൂടി. കടിച്ചോ? ഇനി ഒന്ന് ചവക്കി കടിച്ച് ചവച്ചോ? ആ കളിക്കാനുള്ളൂ 2. പച്ച കള്ളം. കൊള്ളാം. അല്ല, കയ്പൊക്കെയാണ് തിന്നുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ലെമൺ മൂസമ്പി പോലെ അങ്ങനത്തെ എന്തോ ഒരു സ്മെല്ല് അടിച്ചു എനിക്ക്. എന്താ ഒന്ന് കാണിച്ചു?
പക്ഷെ മാക്സിമം ഇന്നെ കൂടെ പറ്റുന്ന രീതിയിൽ ഇതിനെ ലവണാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെ, ശ്രമം കുറെ നടന്നിട്ടുണ്ട്. പക്ഷെ കടിച്ചെടുക്കുന്നതിലൊക്കെ കുറച്ച് സൗണ്ടിന്റെ സൗണ്ടിന്റെ വേരിയേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇടുന്നതിന്റെ വെയിറ്റിൽ എനിക്ക് എന്തോ അല്ല, നല്ല തടിയുള്ള ലെമൺ ഉണ്ടാവുമല്ലോ, ഞാനത് ഉദ്ദേശിച്ചത്. കാക്കരോടാണ് ഞാൻ തക്കാളി എടുത്തോണ്ടിരാ പറഞ്ഞാക്ക് കുറച്ച് വലിയ തക്കാളി ഓക്കെ. അപ്പൊ ഇതില് ഞങ്ങൾക്കല്ലേ പോയിന്റ് കിട്ടിയേ? അപ്പൊ അടുത്തത് 5 ഏട്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ അടുത്തുള്ളത് സോപ്പാന്നാണ്. ഷാമി തുടങ്ങിക്കോ. സോപ്പാണെങ്കിൽ അത് മോളിൽ നിന്ന് താഴോട്ടേക്ക് 2-3 പ്രാവശ്യം 2 വെച്ചു. ഒന്നിച്ചിടാനാ? 2-3 പ്രാവശ്യം എന്നാ പറഞ്ഞത്. ഇട്ടു. ഓക്കെ. സോപ്പല്ലേ? സോപ്പ് ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുക, റൈറ്റ് ഹാൻഡിൽ ആൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നഖല്ലേ, ഇങ്ങനെ ഇങ്ങനെ ഒരു 6-7 തവണ ഇങ്ങനെ ചൊരണ്ട്. അതെ, 6-7 തവണ. എത്ര പെട്ടെന്ന് 10-12 തവണയ്ക്കായത്. ശരി, ഓക്കെ. ഓക്കെ, അത് സോപ്പാണെന്നുണ്ടെങ്കിൽ ടേബിളിന്റെ മുകളിൽ ടക്ക് 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 അടുക്കി ഓക്കെ. നീ ചോദിച്ചോ? എനിക്ക് ചോദിക്കാനൊന്നുമില്ല. സോപ്പല്ലേ? ഇടക്കിടക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. സോപ്പല്ലേ? അതിനൊരു പേടി. ഓക്കെ, സോപ്പ് ഇങ്ങനെ എന്തായാലും ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ ഒരതാൻ പറ്റുമല്ലോ. അപ്പൊ ആ നീളത്തിൽ ഇങ്ങനെ 6-7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരക്കി. വച്ചോ? അത് സോപ്പാണെങ്കിൽ സോപ്പാണോ നോക്കി. എപ്പോഴും തന്നെയല്ല ചോദിക്കുന്നത്. അത് സോപ്പാണെങ്കിൽ അതിനിപ്പോ നേരത്തെ കൊട്ടിയത് സൈഡായിരിക്കുമല്ലോ. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒന്നിച്ചു കൊട്ടി. ഒന്നിച്ച് കൊട്ടി. നീ സൈഡ് കൊട്ടണോ? സൈഡ് കൊട്ടണ. ഇനിയിപ്പോ എന്താ ചോദിക്കാം? ഒന്നും ചോദിക്കാല്ലേ സോപ്പിന്റെ മുകളില്? ഗസ് പറഞ്ഞോ? ഗസ് പറയാലേ? അത് സോപ്പല്ല. അത് സോപ്പല്ല, ഇന്ത്യൻ ഗസ് തന്നെയാണ്. എന്താ സോപ്പല്ല? എന്താ പനീർ ഇങ്ങനെ കട്ടിയില്ലല്ലോ. പനീർ പിന്നെ എന്താ അറിയോ? ഈ ടക് ടക് കൊട്ടുമ്പോ ഇവര് ഇവിടെ വിരലിങ്ങനെ ഇവിടെ തട്ടുന്ന പോലെ തീരെ ഇങ്ങനെ ഒച്ച വരില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറ്റിക്ക് വിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു കാലം അറിയാം. എന്റെ മോതിരം വരെ ഞാൻ ഇതിനു വേണ്ടി പണയപ്പെടുത്തി. ഇത് വെച്ചിട്ടാ ഞാൻ ഇങ്ങനെ 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 ഉരച്ചോണ്ടിരുന്നത്. ഈ ടേബിളിന്റെ പോലെ വൈബ്രേഷൻ ശരിയായില്ലേനു. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് മനസ്സിലായി. എടാ, ഈ അവനാണ് ഇങ്ങോട്ട് കൈ വെച്ചിട്ട് ഞാൻ ഇത് ട്രയല് പോയിട്ട് അപ്പുറത്ത് ഇങ്ങനെ ഇട്ട് നോക്കി. എന്താ കൈ വെച്ചിട്ട് ഇട്ടോ പറ്റിയുടെ ഒച്ച കിട്ടുന്നിട്ട് ഇവനാണോട് പറഞ്ഞു. അതെ, അത് ഒരാൾ സംശയം പറഞ്ഞു. ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും. ഇനി ഇതിന്റെ സൈഡ്സ് മൊത്തം കട്ട് ചെയ്ത് നമുക്ക് പൊരിച്ചെടുക്കാം. കള്ളം പറഞ്ഞ് പിടിച്ചത് ഞാൻ മാത്രമാണ്. അത് ഭയങ്കര കള്ളം. എനിക്ക് ഒന്നെങ്കിൽ അങ്ങനെ പിടിച്ചു നിൽക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ടോട്ടൽ ശ്രീക്ക് 4 പോയിന്റ്സ്, എനിക്ക് 3 പോയിന്റ്സ്, അഞ്ചിക്ക് 2 പോയിന്റ്സ്. അങ്ങനെ നമ്മള് അവസാന റൗണ്ടിലേക്ക് കടന്നിരിക്കാണ്. അതെ, ഞാൻ പാടി പൊട്ടിയിരിക്കാണ്. എനിക്ക് നല്ല വിഷമുണ്ടായില്ല. എന്നെക്കാട്ടി ഒരൊറ്റ ഇതില്ലേ കുറവുള്ളൂ. അത് മതിയല്ലോ, എന്നാലും ഏറ്റവും ലാസ്റ്റ് ആയില്ലേ ഞാന്. ഓക്കെ. അപ്പൊ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റൗണ്ട് ആയതുകൊണ്ട് തന്നെ ചിലപ്പോ നമ്മൾ സത്യം പറയാനും കള്ളം പറയാനും എല്ലാത്തിനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? തുടങ്ങാം. അപ്പൊ ഗൈസ്, ഇന്റെ കയ്യിലിരിക്കുന്നത് ഒരു കോമ്പാണ്. ഓക്കെ ഗൈസ്, എന്റെ കയ്യിലിരിക്കുന്നത് ഒരു കോൺ ഐസ്ക്രീമാണ്. ഓക്കെ, എന്റെ കയ്യിലിരിക്കുന്നത് ഗൈസ് ഒരു സോക്സിന്റെ
ഒരു പെയറാണ്. ഓക്കെ ഓക്കെ ആ അല്ല ഞാൻ കോമ്പ് 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 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇതുണ്ടാവല്ലോ, പല്ലുകൾ ഉണ്ടാവല്ലോ, അതിങ്ങനെ നമ്മൾ അങ്ങോട്ടാക്കില്ലേ, അതേപോലെ നമുക്ക് കേൾക്കുന്നില്ലേ? ഇല്ല, അങ്ങനെയല്ല പറഞ്ഞേ. ഫുള്ള് ഒറ്റയടിക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ ഹാർമോണിയം വയ്ക്കുന്ന പോലെ. ഓ ഓ ചെയ്യണ്ടോ? ഉണ്ട് ഇതാ, ഒന്നും കേൾക്കില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിനെ വിശ്വസിക്കാൻ പറ്റില്ല. കഴിഞ്ഞ റൗണ്ടിൽ തന്നെ മൈക്ക് എന്ന് പറഞ്ഞിട്ട് അത്രയും മൈക്ക് അതെ, കണ്ണടച്ച് ഞങ്ങൾ വിശ്വസിച്ചു പോയി. അതെ. ഇനി ആ കോമ്പ് നല്ല പൊക്കത്തുനിന്ന് താഴോട്ടിട്. ഓക്കെ ഓക്കെ മതി. ഓക്കെ, ആ കോമ്പോ ടേബിൾ നമ്മൾ ഇങ്ങനെ ടക്ക് ടക്ക് ഒരു സൈഡോട് അടുക്കി. അതിന്റെ കൈയാണ്. ഓക്കെ ഓക്കെ. ആ കോമ്പിന്റെ ആ പല്ലുകളില്ലേ, അത് ഈ ടേബിളിന്റെ എഡ്ജിൽ വെച്ചിട്ട് വയലിൻ വായിക്കുന്ന ആ സ്ട്രിങ് വെച്ച് വായിക്കുന്ന പോലെ അങ്ങോട്ട് താഴോട്ട് വലിക്കും. ഓക്കെ, താഴോട്ട് വലിക്കാൻ. അതായത് താഴോട്ടും വയലിന്റെ ബോ എടുക്കൂലേ, അതുപോലെ താഴോട്ട് വലിക്കും ഈ ടേബിളിന്റെ എഡ്ജിൽ വെച്ചിട്ട്. ഓക്കെ, ആക്കട്ടെ. എങ്ങനെ ഒന്നുകൂടെ ഓക്കെ 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 ഓക്കെ. ഇനി ഷാമി ആയിരിക്കണ്ടേ? ഇനി എന്താ ചോദിക്കുക? അത് വെച്ചിട്ട് മൂടി ചെയ്ത്. മനസ്സിലായി. മുടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടീന്റെ എഡ്ജില്ലേ, അത് കയ്യിലോട്ട് എടുത്തിട്ട് അറ്റങ്ങനെ എങ്ങനെ എങ്ങനെ ചെയ്യൂലേ, അതന്നെ ഞാൻ ചെയ്യുന്നത്. അത് നല്ല ചെയ്യും. നിന്റെ ചാൻസ് കഴിഞ്ഞു. ചോദിച്ചിന്റെ കഴിഞ്ഞു. ലാസ്റ്റ് ചാൻസ്. 5 മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും ചോദിക്കും. ഇനി ഞാനല്ലേ, ആ കോമ്പിന്റെ പല്ലുകൾ വരുന്ന ഭാഗം ഇങ്ങനെ ടേബിളിൽ ഇങ്ങനെ കുറച്ചു നേരം അടിച്ചുകൊണ്ടിരിക്കും. അടിച്ചു. അങ്ങനെ 3 ചാൻസ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അതെ, സത്യം പറഞ്ഞ ഭയങ്കര കൺഫ്യൂഷൻ അല്ല. കഴിഞ്ഞ റൗണ്ട് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ റൗണ്ടിൽ ശ്രീനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഞങ്ങൾക്ക് സൗണ്ടുകളൊക്കെ വളരെ കറക്റ്റ്. എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ അതിനെ പിടിച്ചിട്ട് എന്തേ പറയാം. 5 പറ. ഓക്കെ, ശ്രീ പറഞ്ഞ ശരിയാണ്. എനിക്കും തോന്നുന്നത് ശ്രീ പറഞ്ഞ ശരിയാന്നാണ് ഗൈസ്. പക്ഷെ ആ ചീകുന്നതിൽ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടോ. കാരണം മുടി അത്രയും ഹാർഷായിട്ട് ചീകൂലല്ലോ, അതിലെനിക്ക് ഒരു കൺഫ്യൂഷൻ വന്ന്. പിന്നെ 5 ലാസ്റ്റ് പറഞ്ഞില്ല, അതിന്റെ പല്ലെടുത്ത് ഇങ്ങനെ ടക്ക് ടക്ക് അടിക്കാൻ, അതിലൊരു കൺഫ്യൂഷൻ. പല്ലടിക്കുമ്പോ എല്ലാം കൂടെ ഒരുമിച്ചാണ് അടിയുന്നത്. അപ്പൊ പിന്നെ നോർമലി അതെ, ഞാൻ എന്താ വിചാരിച്ചത്, ആ പല്ലിപ്പം വല്ല റൗണ്ട് സാധനം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ബ്രഷിന്റെ ആ ബ്രഷ് പോലത്തെ എന്തെങ്കിലും സാധനം ആണെന്നുണ്ടെങ്കിൽ ആ ഇത് പല്ലുകൾ മാത്രമേ താഴെ തട്ടുള്ളൂ, ടക്ക് 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 എന്നുള്ള ഒച്ച കേൾക്കൂല. അത് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും എനിക്ക് 3 പോയിന്റ്സ് ആയി ഗൈസ്. ഓക്കെ, സമാധാനായി. എന്റെ കയ്യിലുള്ളത് ഒരു കോൺ ഐസ്ക്രീമാണ്. കോൺ ഐസ്ക്രീം 5 തുടങ്ങിക്കോ. കോൺ ഐസ്ക്രീം ആണെങ്കിൽ അതിന്റെ കടലാസ് ഇങ്ങനെ പറിച്ചു കീറാനാ. ഫുൾ കീറിയിട്ട് ആ കോണ് പുറത്തെടുക്കണം. എന്താ അത്ര ടൈം കഴിയണ്ടേ? കുറച്ച് സമയമൊക്കെ എടുക്കും. എത്ര വലിയ കോണാ അത്? ഭയങ്കര വലിയ കോണാന്ന് തോന്നുന്നു. ഓക്കെ, എടുത്ത്. ഇനി ശ്രീ ചോദിച്ചോ? എടുത്തല്ലേ? കോൺ ഐസ്ക്രീം അല്ലേ? തുടങ്ങിയോളൂ.
എന്ത് പേടിപ്പിക്കുന്ന പോലെ. അപ്പൊ നമ്മള് അല്ല ആണ് എന്നൊക്കെ പറഞ്ഞു. അതിന്റെ അടിയിലത്തെ ബിസ്ക്കറ്റ് ഇല്ലേ, അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ച് 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 ഒരു 4 തവണ പൊടിക്കും. അമ്മേ. 1 2 3 4. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, ആ കോൺ ഐസ്ക്രീമിന്റെ ഐസ്ക്രീം ഇല്ലേ, അത് കടിച്ചെടുത്ത് കഴിക്കും. കഴിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ആ കോൺ ഐസ്ക്രീം അല്ലേ അതിന്റെ ഓക്കെ കോൺ ഐസ്ക്രീമിന്റെ ഞാൻ കാണിച്ചു കൊടുത്ത തലയിൽ കൂടെ. ഓക്കെ കോൺ ഐസ്ക്രീമിന്റെ കോണിന്റെ ബിസ്ക്കറ്റ് ഇല്ലേ, അത് 3 തവണ കടിക്കും. കടിക്കി എങ്ങനെ? എലി കരടുന്ന ഒറ്റയടിക്ക് ഇങ്ങനെ കടിക്കൂലേ, ബൈറ്റ് എടുക്കൂലേ? ബൈറ്റ് എടുക്കാനാ പറഞ്ഞേ. ഓക്കെ 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 ഓക്കെ. എത്ര ബൈറ്റ് ഇപ്പോ? ഞാൻ കുറെ പേറ്റെടുത്തു. ഓക്കെ. ഇനി ആ കോൺ ഐസ്ക്രീം എന്ത് ചെയ്യാൻ? അതിന്റെ ആ ബിസ്ക്കറ്റിന്റെ ഭാഗം വരുന്ന ഇത് ടേബിളിന് ജസ്റ്റ് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. അടിച്ചു. ഓക്കെ. ഇനി ശ്രീ. ഇപ്പൊ എന്താ വെച്ച് ചോദിക്കുക? കോൺ ഐസ്ക്രീം അല്ലേ, ആ കോൺ ഐസ്ക്രീമിന്റെ എന്നുവെച്ചാൽ ഐസ്ക്രീമിന്റെ ചുറ്റിന് മുകളിൽ കുറച്ച് ബിസ്ക്കറ്റിന്റെ ഭാഗം ഉണ്ടാവുമല്ലോ, അതും ഐസ്ക്രീമും കൂടെ ഇങ്ങനെ കടിച്ച് കടിച്ച് 4 തവണ കഴിക്കും. കഴിക്കുന്നുണ്ടോ? എത്ര തവണയാ ചമ്മി? അതൊരു തവണ. ആ 1 തവണ. ഓക്കെ. 3 തവണ കഴിച്ചു. ആ കോൺ ഐസ്ക്രീം മൊത്തം കഴിക്കും. ഐസ്ക്രീം ഉള്ള ഭാഗം കൂട്ടിയിട്ട് കഴിച്ചില്ലേ? 5 ചാൻസ് കഴിച്ചു. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു ഷാമിന്റെ അടുത്തുള്ളത് കോൺ ഐസ്ക്രീം അല്ല. എനിക്ക് തോന്നുന്നത് കോൺ ഐസ്ക്രീം ആണ്. എനിക്കാണെന്നാ തോന്നുന്നേ. കോൺ ഐസ്ക്രീം ആണ്. ഞാനൊന്ന് കൈ കഴിക്കിട്ട് വരാം. കയ്യിൽ ഐസ്ക്രീം ഫുള്ള് തീർന്ന്. അതെ, ഐസ്ക്രീം 4-5 കടി അടിക്കാൻ പറഞ്ഞതിൽ ഫുള്ള് തിന്ന് തീർത്തിട്ടുണ്ടോളെന്നാ തോന്നുന്നേ. ഇന്റെ ഞാൻ അവിടെ ഒളിപ്പിച്ചിട്ടുണ്ട് ഗൈസ്, അതുകൊണ്ട് ഒരു കാണില്ല. അപ്പൊ ഗൈസ് ഇന്റെ അടുത്തുള്ള സോക്സിന്റെ ഒരു പേരാണ്. സോക്സിന്റെ ഒരു പേര് അല്ലേ? അത് സോക്സ് ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വലിച്ചിങ്ങനെ അങ്ങനെ ഇലാസ്റ്റിക് പോലെ ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ വിടും. ചെയ്തോ? ചെയ്ത് ഒന്നുകൂടെ സൗണ്ട് കേൾക്കില്ല. ചെയ്ത് ഓക്കെ. ഓക്കെ. അത് സോക്സ് ആണെങ്കിൽ സോക്സിന് ഒരു പേരെന്നല്ലേ പറഞ്ഞേ, ആ സോക്സിന് ഒരു പേര് കയ്യിലിടുക. എന്നിട്ട് കയ്യിലിട്ടിട്ട് ആ കൈ കൊണ്ട് ഇങ്ങനെ ടേബിളിന്റെ മുകളിൽ അടിക്കുക. ഓക്കെ. ഞാൻ അടിച്ച പോലെ, ഞാൻ കാണിച്ച പോലെ അടിക്കണോ? അത്ര സോക്സ് ഇട്ടിട്ടല്ലേ അടിക്കണ്ടേ? ഓക്കെ. അത് സോക്സ് ആണെങ്കിൽ ടേബിളിന്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ അടിക്കും. ഇങ്ങനെ 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 നോൺ സ്റ്റോപ്പ് ആയിട്ട് അടിക്കും. ഓക്കെ. ആ ഒരറ്റം പിടിച്ചിട്ട് അല്ലേ? ആ ഒരറ്റം പിടിച്ചിട്ട്. ഓക്കെ. ഓക്കെ. ഇതിന്റെ രണ്ടാമത്തെ ചാൻസ് അല്ലേ? അത് സോക്സ് ആണെങ്കിൽ എനിക്ക് ക്ലിയർ ആവാൻ വേണ്ടിട്ട് ഞാൻ എന്റെ ഒരു ചാൻസും കൂടി യൂസ് ചെയ്യാണ് കേട്ടോ. അത് സോക്സ് ആണെങ്കിൽ നേരത്തെ ഷാമി പറഞ്ഞില്ലേ ഒരു അറ്റം പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കാനേ,
ആ സോക്സിന്റെ അത് എനിക്ക് ഒന്നും കൂടി ചെയ്യിപ്പിക്കുകയാണ് ഞാൻ. ആ സോക്സിന്റെ ഒരറ്റം പിടിച്ചിട്ട് കുറച്ചും കൂടി ശക്തിയിൽ ഇങ്ങനെ വീശി അടിക്കും, അലക്കുന്ന പോലെ. ഓക്കെ, ഓക്കെ. സോക്സ് ആണെങ്കിൽ ഈ ടേബിളിന്റെ കോർണർ ഉണ്ടാവല്ലോ, ആ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ണടയ്ക്കണം. ഇവിടെ സൈഡിൽ കൂടെ ആ സൈഡില് ആയിക്കോട്ടെ, എന്നാലും കണ്ണടച്ചോ ജസ്റ്റ്. ആ ഓക്കെ ഓക്കെ, ഇങ്ങനെ റബ്ബ് ചെയ്യില്ലേ. ചെയ്തു. കൺഫ്യൂഷൻ ആണ്. അതെ, പകുതി തുണി ആയതുകൊണ്ട് തന്നെ തുണി എന്നാണല്ലോ പറഞ്ഞത്, സൗണ്ട് കാര്യമായിട്ട് കേൾക്കൂലല്ലോ. അതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. അത് തുണിയാണ് എന്നൊരു തോന്നലുണ്ട്, പക്ഷെ സോക്സ് ആണോ എന്ന് അറിഞ്ഞൂടാ. അത് സോക്സ് ആണെങ്കിൽ സോക്സ് ഇങ്ങനെ ബോൾ പോലെ നമുക്ക് ചുരുട്ടാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ മനസ്സ് വിചാരിച്ചിട്ടുള്ളൂ ഇതിന്റെ ചാൻസ് കഴിഞ്ഞു. സോക്സ് ബോൾ പോലെ ചുരുട്ടിയിട്ട് മോളിന് ഇങ്ങനെ ശക്തിയായി താഴേക്ക് ബോൾ പോലെ ഇങ്ങനെ 3 തവണ ഇടുക. ഓക്കെ ഓക്കെ, ഇടട്ടെ. സോക്സ് ചെതറി പോവാണ്. ഹേ, ഓക്കെ, അങ്ങനെ ഞങ്ങളെ രണ്ടുപേരുടെയും 3 ചാൻസസ് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് 5 പറയുന്നത് കള്ളത്തരാണ് എന്നാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് 5 പറയുന്ന കള്ളത്തിനാണ് തന്നെയാണ്. എനിക്ക് മനസ്സിലാവില്ല. എന്താ നോക്കട്ടെ, ഉറപ്പാണോ? കള്ളത്തരാ. എന്താ എനിക്ക് പറ്റില്ല. നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര കാര്യം മറ്റേ ക്ലോത്ത് പോലത്തെ സാധനമുണ്ട്. പക്ഷെ ഈ വള്ളി ഉള്ളതുകൊണ്ട് ഇത് തട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ കൊറേ ചുരുട്ടി കൂട്ടിയൊക്കെ എറിഞ്ഞു വെക്കും. അതാണ് പല സമയത്തും പല സൗണ്ട്. എഡ്ജിന് ചെറിയൊരു ഇതൊരു കട്ടിണ്ട്, അപ്പൊ അതുകൊണ്ട് സോക്സിന് അത് അറിയോ, നമ്മളെ ഊട്ടി പോയപ്പെട്ട ഗ്ലൗ ഇല്ലേ, ആ ഗ്ലൗ ആണ്. അതും തുടക്കത്തിൽ സോക്സ് ആണെന്ന് വിചാരിച്ച് ഞാൻ ഉറപ്പിച്ചിരുന്നു. എന്നിട്ട് ഞാൻ എന്താ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ആക്ക്, അപ്പോഴേക്കും കൺസിസ്റ്റൻസി ഏകദേശം ഓക്കെ. പക്ഷെ അതിന്റെ ഇടയില് മറ്റേ ആ സാധനം ഇടിച്ചിട്ട് വേറെന്തോ ശബ്ദം കേട്ട് അപ്പോഴാണ് എനിക്ക് ഡൗട്ട് തോന്നിയത്. അതാ ഇതിന്റെ ഈ അറ്റത്തുള്ള ഇത് കണ്ടോ, ഈ സാധനം ഇടയ്ക്ക് ഇങ്ങനെ തട്ടി പോകുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് തട്ടിയില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ തട്ടുമ്പോ ചെറുതായിട്ട് വേറെ സൗണ്ട്. അതുകൊണ്ട് എനിക്ക് ചാലഞ്ച് ചെയ്തു, പക്ഷെ ഞാൻ പൊട്ടിപ്പോയി. അടുത്ത പ്രാവശ്യം തിരിച്ചു വരുന്നതായിരിക്കും. അപ്പൊ ടോട്ടലി ചാലഞ്ചിൽ ശ്രീയാണ് വിന്നർ ആയിരിക്കുന്നത്. 6 പോയിന്റ് ആണ് ശ്രീക്ക് കിട്ടിയത്. കോമഡി എന്താന്ന് വെച്ചാൽ ഞാൻ 3 റൗണ്ടിൽ ഞാൻ വെച്ച 2 സാധനം ഇവർക്ക് മനസ്സിലായി. അതെ, അത് 2 പൊട്ടത്തരായിരുന്നുണ്ടെങ്കിലും പക്ഷെ ഞങ്ങളതോട് കറക്റ്റ് ആയിട്ട് അതിനോട് എനിക്ക് 6 പോയിന്റ്. എനിക്ക് ഈ ചാലഞ്ചില് 5 പോയിന്റ്സ് ആണ് ഗൈസ്. എനിക്ക് നല്ല വിഷമമുണ്ട് ഗൈസ്, എനിക്ക് ആകെ 3 പോയിന്റ്സ് കിട്ടിയുള്ളൂ. നല്ല സങ്കടമുണ്ട്. പറഞ്ഞില്ലേ 3 or 4 പോയിന്റ് എന്തായാലും പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല. 3 ആണെങ്കിലും 4 ആണെങ്കിലും എനിക്ക് ഏറ്റവും ലാസ്റ്റ് എത്താനേ പറ്റും. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ടാവും. അല്ലെങ്കിൽ ഞാനത് നിർബന്ധിച്ച് ഇവിടെ വരുത്തും. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് വിചാരിക്കുന്നത് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, this is Shamya, this is Sanjita. Signing off.